ശ്രീയേട്ടാ, ഇനി അടുത്തതായിട്ട് ഞെട്ടിക്കാൻ വേണ്ടി ഈ വേദിയിൽ എത്താൻ പോകുന്നത് മറ്റാരുമല്ല, നമ്മുടെ കൃഷ്ണേന്ദ്രൻ സാറ് തന്നെയാണ്. കാരണം 1950-കളിൽ അതിപ്രശസ്തനായിട്ടുള്ള ഒരു ഗായകൻ തന്നെയായിരുന്നു KP ഉദയഭാനു സാറ്. അദ്ദേഹം 50-ൽ പരം ചിത്രങ്ങളിൽ പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചധികം സിനിമകൾക്ക് വേണ്ടി സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. സമസ്യ എന്ന ചിത്രത്തിലെ ആ ഹിറ്റ് ഗാനത്തിന് വേണ്ടി ഈ വേദിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണേന്ദ്രൻ സാറിനെ ഞാനൊന്ന് ക്ഷണിക്കുകയാണ്. സർ പ്ലീസ്. ചിലച്ചു കിലുകിലെ കൈവള ചിരിച്ചു കളമൊഴി നിൻ കയ്യിലൊരു കുളിരും വച്ചു കിളിച്ചിലച്ചു കിലുകിലെ കൈവള ചിരിച്ചു കളമൊഴി നിൻ കയ്യിലൊരു കുളിരും വച്ചു കതിർ ചൂടും പുന്നെല്ലിൻ മർമരമോ കരളിലെ പുളകത്തിൻ മന്ത്രമോ മധുരമൊഴി കാതോർത്തു നീ നുകർന്നു ഇതിലേ വാ നിലാവേ നീ ഇതിലേ വരൂ ഇവളെ നിൻ പൂക്കളാലലങ്കരിക്കൂ കിളിച്ചിലച്ചു കിലുകിലെ കൈവള ചിരിച്ചു കളമൊഴി നിൻ കയ്യിലൊരു കുളിരും വച്ചു നിമിഷത്തിൻ നറുമണമോ അതിലൂറും നിർവൃതി തേൻ കണമോ പ്രിയമൊഴി നിന്നാത്മാവിൽ നിറഞ്ഞു നിന്നു ഇതിലേ വാ ളാലലങ്കരിക്കൂ കിളിച്ചിലച്ചു കിലുകിലെ കൈവള ചിരിച്ചു കളമൊഴി നിൻ കയ്യിലൊരു കുളിരും വച്ചു കിളിച്ചിലച്ചു കിലുകിലെ കൈവള ചിരിച്ചു കളമൊഴി നിൻ കയ്യിലൊരു കുളിരും വച്ചു കിളിച്ചിലച്ചു. താങ്ക് യു സോ മച്ച് സർ. കാരണം ഈ ഒരു പാട്ട് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ ഒരു ജനറേഷൻ ഇതൊരു ഭയങ്കര ഒരു പുതിയ അനുഭവം തന്നെയായിരിക്കും അല്ലേ ശ്രീയേട്ടാ? സത്യത്തില് ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കൃഷ്ണേന്ദ്രൻ പാടുന്ന കേൾക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. അയ്യോ സത്യം അസാധ്യമായിട്ട് പാടും. കാരണം കുറേ വർഷമായിട്ട്
കൃഷ്ണേന്ദ്രൻ എങ്ങനെ പല അല്ല, സ്ഥലങ്ങളിൽ ഞാൻ പാടുന്ന ഒന്നാമത്തെ കാര്യം സിനിമാ രംഗത്ത് സജീവമല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഒന്ന്, പിന്നെ അല്ലാതെ വേദികളിൽ ഞാൻ അങ്ങനെ പാടുന്ന കേട്ടിട്ടില്ല. പക്ഷെ ഇത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് വളരെ എന്താണ് ഒരു വിസ്മയമായിട്ടാണ് തോന്നുന്നത്. അപാരമായിട്ട് പാടി, അസാധ്യമായിട്ട് പാടി. വാക്കുകളില്ല കേട്ടോ, കാരണം പെർഫെക്റ്റ്, അത്ര മനോഹരമായിരുന്നു. നമ്മൾ മറന്നു കിടക്കുന്ന കുറേ പാട്ടുകളുണ്ട്, അത് വരുമ്പോൾ കേൾക്കുമ്പോഴത്തേക്ക് ആ പാട്ടും പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ലല്ലേ കൃഷ്ണേന്ദ്രൻ നല്ല വോയിസൊക്കെ നല്ല ഡെപ്തായിട്ട് ഭയങ്കര രസമായിട്ട്. അല്ല, മനസ്സിൽ തൊട്ട് പറയായിരുന്നു വയസ്സായി. അല്ലല്ല, അതാ ഡെപ്ത്. ഒട്ടും തോന്നുന്നില്ല. അതൊട്ടും തോന്നുന്നില്ല, ഒട്ടും തോന്നുന്നില്ല. പാട്ട് പാടിയതിനകത്ത് നിത്യ യൗവനം തന്നെ ഉണ്ട്. Excellent, Krishna. Very nice. Although your choice of the song was very smart, it suited your voice. ആ ഒരു ടോണും പിന്നെ അതിൻ്റെ ആ മ്യൂസിക്കിൻ്റെ ഒരു അപൂർവ സൗന്ദര്യം തന്നെ പറയാം. ചെയ്തവരുടെ അക്കാലത്തുള്ള റെഗുലർ മലയാളം സിംഗിങ് ഒരു സോങ്ങിൻ്റെ ഒരു പാറ്റേണേ അല്ലത്. നിലവിലുള്ള മലയാള സോങ്സിൽ നിന്ന് വളരെ വിഭിന്നമായിട്ടുള്ളത് ചൂസ് ചെയ്യാൻ കാണിച്ചത് ഇസ് ബ്യൂട്ടിഫുൾ. അതിൻ്റെ ഭാവം പൂർണ്ണമായി കിട്ടി. എക്സലൻറ്റ്. കൃഷ്ണ മനോഹരമായിട്ട് പാടി. താങ്ക് യു. ബ്യൂട്ടിഫുൾ വോയിസ് ഒക്കെ. ശ്രീകുട്ടൻ പറഞ്ഞ പോലെ തന്നെ ആ ഡെപ്ത് പ്രായത്തിന്റെ എന്ന് പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഡെപ്ത് മാത്രമേ പ്രായം കൊണ്ട് ഡെപ്ത് മാത്രമല്ല വരിക, കുറച്ച് വെറയും കുറച്ച് കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഈ പ്രായം ഈ ഇവിടെ രണ്ട് സൈഡിലുള്ള സൈഡ് ലോക്കിൽ വരുന്ന കുറച്ച് വെള്ളം മുടി മാത്രമേ ഉള്ളൂ. അപ്പോ ശബ്ദത്തിലും ബാക്കി ശരീരത്തിലും അത് ഒട്ടും ബാധിച്ചിട്ടില്ല. പാട്ടിൽ തീരെ ബാധിച്ചിട്ടില്ല. യു ഹാവ് സങ് ഇറ്റ് ജസ്റ്റ് ലൈക്ക് വെറി ഇപ്പോഴത്തെ ഒരു യൂത്ത് സിംഗർ പാടുന്ന പോലെ തന്നെ പാടി, മനോഹരമായിട്ട് പാടി. ബ്യൂട്ടിഫുൾ. സൂപ്പർ സൂപ്പർ. താങ്ക് യു സോ മച്ച്. അപ്പോൾ സാറിന് വീണ്ടും ഒരു വലിയ നന്ദി അറിയിക്കുകയാണ്. ഓവർ ടു ദ സീറ്റ്.